സ്കേറ്റിംഗിനിടെ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന റേസിംഗ് ഇതിഹാസം മൈക്കിൾ ഷുമാക്കറെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമം. ഷുമാക്കറിന്റെ മാനേജറാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. 130 കോടി രൂപയോളം നൽകിയില്ലെങ്കിൽ ഡാർക്ക് വെബിൽ ഷുമാക്കറുടെ ചില ചിത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തും എന്നാണ് അജ്ഞാതനായ വ്യക്തി ഷുമാക്കറിന്റെ മാനേജറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. കഴിഞ്ഞ 25 വർഷമായി ഷുമാക്കറുടെ മാനേജറായി ജോലി ചെയ്യുന്ന 60-കാരനായ സബൈൻ കെഹമാണ് ഇപ്പോൾ ഈ വിവരം പുറംലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഭീഷണിക്ക് പിന്നിൽ ഒരച്ഛനും മകനും ഷുമാക്കറുടെ മുൻ ബോഡി ഗാർഡുമാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഷുമാക്കറുടെ സ്വിറ്റ്സർലൻഡിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി ജോലി ചെയ്തിരുന്ന മർക്കസ് ഫ്രീസ്റ്റെയാണ് ഭീഷണിയുടെ മുഖ്യ സൂത്രധാരനെന്നാണ് കരുതപ്പെടുന്നത്. ഇയാളെ പിന്നീട് ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 2021 ഈ സംഭവം നടന്നത്. എന്നാൽ ഇയാൾ അതിനു മുമ്പ് തന്നെ ഷുമാക്കറുടെ നിരവധി സ്വകാര്യ ചിത്രങ്ങൾ തട്ടിയെടുത്തിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇയാൾക്ക് സഹായികളായി ഒരു നൈറ്റ് ക്ലബിലെ ബൗൺസറും അയാളുടെ മകൻ ഡാനിയൽ ലിൻസും ഉണ്ടെന്നാണ് ആരോപണം. ഡാനിയൽ ലിൻസും ഒരു IT പ്രൊഫഷണലാണ്. 2013 ഫ്രാൻസിൽ നടന്ന ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഷുമാക്കർ ഇപ്പോഴും കോമ സ്റ്റേജിൽ കഴിയുകയാണ്. തനിക്ക് പരിചയമില്ലാത്ത ഒരു ഫോൺ നമ്പറിൽ നിന്നാണ് തുടർച്ചയായി ഇത്തരത്തിൽ ഫോൺ കോളുകൾ വന്നതെന്നാണ് സബൈൻ കെഹം പറയുന്നത്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള ഫോൺ കോൾ ആയതിനാൽ ആദ്യം താൻ ഫോൺ എടുത്തില്ല എന്നും പിന്നീട് നിരന്തരം കോളുകൾ വന്നപ്പോൾ ഫോൺ എടുക്കുകയായിരുന്നു എന്നുമാണ് ഇയാൾ കോടതി അറിയിച്ചത്. പിന്നീട് ഇമെയിലിൽ തനിക്ക് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ച് നിരന്തരമായി സന്ദേശങ്ങൾ എത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് മൂവരെയും പിടികൂടിയത്. ഷുമാക്കറിന്റെ സ്വകാര്യ ചിത്രങ്ങളും ഇവർ മാനേജർക്ക് അയച്ചിരുന്നു. ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ വീടുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായതായി അദ്ദേഹം വെളിപ്പെടുത്തി. അപകടത്തെ തുടർന്ന് ഷുമാക്കറെ പരിചരിക്കാൻ എത്തിയ നേഴ്സിനും ഇതുമായി ബന്ധമുണ്ടെന്നാണ് തന്റെ സംശയമെന്നും സബൈൻ കെഹം പറഞ്ഞു. ഷുമാക്കറിന്റെ ബോഡി ഗാർഡുമായി പലപ്പോഴും ഈ നേഴ്സ് മാറി നിന്ന് സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മർക്കസ് ഫ്രീസ്റ്റ് തന്നെയാണ് തനിക്ക് 1500ഓളം ഫോട്ടോകളും 200 വീഡിയോകളും കൈമാറിയതെന്ന് പിടിയിലായ ബൗൺസർ ടോസ്റ്റുക്കനും സമ്മതിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ തനിക്ക് നൽകിയത് നേഴ്സാണെന്നാണ് മർക്കസ് ഫ്രീസ്റ്റ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും മൈക്കിൾ ഷുമാക്കറെ പോലും തട്ടിപ്പുകാർ വെറുതെ വിടാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. കേസ് കോടതിയിലാണ്, ഉടനെ വിധി വരുന്നതായിരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ഒരു വിധി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്.